മലപ്പുറം വളാഞ്ചേരിയിൽ അധ്യാപിക ഭിന്നശേഷിക്കാരിയായ യുവതിയുടെ കൈ പൊള്ളിച്ചതായി പരാതി. വലിയകുന്ന് പുനർജനിയിലെ അധ്യാപികയ്ക്കെതിരെയാണ് 25-കാരി പോലീസിൽ പരാതി നൽകിയത്. എന്നാൽ പുനർജനിയിൽ വെച്ച് അത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്നാണ് അധ്യാപികയുടെ വിശദീകരണം. എന്നും പിന്നെ വീട്ടിൽ നിന്ന് പുനർജനി എന്നുള്ള സ്കൂളിൽ വിടാറുണ്ട്. പക്ഷേ അന്ന് വീട്ടിൽ നിന്ന് പോകുമ്പോൾ ഒരു പ്രശ്നമില്ല. വീട്ടിൽ നിന്ന് വന്നപ്പോൾ കുട്ടിയുടെ ഡ്രസ്സ് ഊരിയപ്പോൾ കയ്യുമ്മേ നല്ലൊരു കരിവാളിച്ച ഒരു പൊള്ളൽ കാണുന്നുണ്ട്. അപ്പം ഞാൻ കുട്ടീനോട് ചോദിച്ചപ്പോൾ കുട്ടി പറഞ്ഞു അത് പിന്നെ എന്താ ബോള് തട്ടി പന്ത് തട്ടി എന്നൊക്കെ പറഞ്ഞു. പിന്നെ കുട്ടി അന്ന് ഒന്നും പറഞ്ഞില്ല. പിറ്റേ ദിവസം ഞാൻ നിർബന്ധിച്ച് 2-3-4 പ്രാവശ്യം പിന്നെയും കുട്ടീനോട് ചോദിച്ചപ്പോൾ കുട്ടി പറഞ്ഞു അത് കാവ്യ ടീച്ചർ പിന്നെ വെള്ളം ചൂടാക്കിയിട്ട് കയ്യുമ്മ വെച്ചതാണ്. പിന്നെ അങ്ങനെ ഞങ്ങൾ അവിടെ മേഡത്തിന് വിളിച്ച് വിവരങ്ങളൊക്കെ പറഞ്ഞപ്പോൾ മേഡം പറഞ്ഞു അത് നിങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ ആയിരിക്കും, പിന്നെ അല്ലെങ്കിൽ ഓട്ടോറിക്ഷയിൽ നിന്ന് ആയതായിരിക്കും, അല്ലെങ്കിൽ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ കാവ്യ ടീച്ചർ പിന്നെ സ്കൂളിൽ തന്നെ വരൂല. അതാണ് ഞങ്ങൾ പറഞ്ഞത്. പിന്നെ മീറ്റിംഗ് വെച്ച് അവിടെ ഈ അമ്മമാരെയും ഇടയിലിരുത്തി ഞങ്ങളെ വഷളാക്കിയിട്ട് എന്നെ മാത്രം വഷളാക്കിയിട്ട് കുട്ടീനെ ഇനി പിന്നെ സ്കൂളിൽ കയറ്റുണ്ടാന്നും പറഞ്ഞ് ഞങ്ങളെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു. അരുൺ അമൃതാനന്ദ് ചേരുന്നുണ്ട്. അരുൺ, വലിയ ക്രൂരതയാണ് കാണിച്ചത്. അതിന്റെ തെളിവുകൾ ദൃശ്യങ്ങളായിട്ടൊക്കെ വരികയും ചെയ്യുകയാണ്. പോലീസിൽ പരാതി നൽകി എന്താണ് സംഭവിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്? പ്രത്യേകിച്ച് കഴിഞ്ഞ ഓഗസ്റ്റ് 8-നാണ് ഈ സംഭവം നടക്കുന്നത്. 25-കാരിയായ ഭിന്നശേഷിക്കാരി യുവതിയുടെ കൈത്തണ്ടയിൽ ഈ പൊള്ളിയ പാട് കാണുമ്പോൾ വീട്ടിൽ അത് ശ്രദ്ധയിൽപ്പെടുകയും ഇത് എന്താണെന്ന് ആവർത്തിച്ച് ചോദിച്ചപ്പോഴും ഈ കുട്ടി ആദ്യം പ്രതികരിച്ചില്ല. പിന്നീടാണ് ഇത്തരത്തിൽ പുനർജനിയിൽ വെച്ച് അധ്യാപിക കൈക്ക് പൊള്ളലേൽപ്പിച്ചതാണെന്ന് പറയുന്നത്. അങ്ങനെ ഈ കുട്ടിയുടെ ഉമ്മ നേരിട്ട് ഈ പുനർജനിയിലെത്തി ഇവരോട് ഈ പരാതി അറിയിച്ചു. എന്താണ് കാര്യമെന്ന് തിരക്കുകയാണ് ഉണ്ടായത്. പക്ഷേ അവിടെ വെച്ചും ഇത്തരത്തിൽ ഒരു അപമാനം നേരിട്ടു. കൃത്യമായി ഒന്നും അവരോട് പറയാൻ തയ്യാറായില്ല. ഇനി യുവതിയെ ഇനി അങ്ങോട്ടേക്ക് അയക്കേണ്ട എന്നുള്ളതാണ് പറഞ്ഞത് എന്നുള്ളതാണ്. പിന്നാലെയാണ് വളാഞ്ചേരി പോലീസിൽ ഈ കുട്ടിയുടെ ബന്ധുക്കൾ പരാതി നൽകുന്നത്. സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ വളാഞ്ചേരി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ അധ്യാപികയുടെ വിശദീകരണം ഇങ്ങനെയാണ്. അതായത് ഓട്ടോയിൽ വെച്ചോ മറ്റോ ആണ് സംഭവിച്ചിട്ടുള്ളത്. സ്കൂളിൽ നിന്ന്, അതായത് പുനർജനിയിൽ നിന്ന് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടില്ല. സ്ഥാപനത്തിൽ നിന്ന് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. കുട്ടിയോട് ചോദിച്ചപ്പോഴും കുട്ടി പറഞ്ഞത് ഓട്ടോറിക്ഷയിൽ വെച്ച് അങ്ങനെ സംഭവിച്ചതാണ് എന്നാണ്. ദിവസേന ഓട്ടോറിക്ഷയിലാണ് ഈ പുനർജനിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് സംഭവം ഉണ്ടായതെന്ന് ഈ യുവതി പറഞ്ഞു എന്നുള്ളതാണ് അധ്യാപകരുടെ വിശദീകരണം. എന്തായാലും അന്വേഷണം കൃത്യമായ രീതിയിൽ ആരംഭിച്ചിരിക്കുകയാണ് വളാഞ്ചേരി പോലീസ്. കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ശരി, അരുൺ അമൃതാനാണ് വിവരങ്ങൾ നൽകിയത്. അങ്ങനെ